Hi friends, welcome back to Neha Food Stories. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സലാഡാണ്. വെജിറ്റബിൾസും ധാന്യങ്ങളും എല്ലാം മിക്സ് ചെയ്ത് വളരെ ടേസ്റ്റി ആയ സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് കിഡ്നി ബീൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പ് കുക്ക് ചെയ്തെടുത്ത വെള്ളപ്പയറാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറുപയറാണ്. ഇതും കുക്ക് ചെയ്തെടുത്തതാണ്, ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത പയറ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഗ്രീൻ പീസ് ആണ്. ഇതും 1/2 കപ്പാണ്. ഇത് 1/4 കപ്പ് കുക്ക് ചെയ്തെടുത്ത വെള്ളക്കടലയാണ്. ഇത് ഫ്രോസൺ കോൺ ആണ്. ഇത് 1/4 കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തതാണിത്. ഇനി ഇതിലേക്ക് റെഡ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ യെല്ലോ ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായി ചോപ്പ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു സവാള ചെറുതായി ചോപ്പ് ചെയ്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മല്ലിയില ഫൈനായി ചോപ്പ് ചെയ്തതും ഈ സാലഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ്, 2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആണ്. ഇത് ഒലീവ് ഓയിൽ ആണ്. 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ തേനാണ്. തേനും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസ് ആണ്. ഇത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. ഇത് ഒറിഗാനോ ആണ്. അപ്പൊ ഒരു പിഞ്ച് ഒറിഗാനോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബേസിൽ ലീവ്സ് ആണ് ഇത്. ഇതും ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഈ സലാഡിന് ടേസ്റ്റ് നൽകുന്നതിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യണം. പിന്നെ ഈ ധാന്യങ്ങളെല്ലാം ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഉപ്പിട്ട് കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചാൽ ഇത് കുക്കായി കിട്ടും. ഞാനിവിടെ ധാന്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഈ ഫ്രോസൺ ചോളം മാത്രം ഒന്ന് സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയ സലാഡാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ സലാഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇത് വ്യത്യസ്തമായ ഒരു സലാഡ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.